ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. കുറേ ആയി ലോങ് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു സൺഡേ ആകുമ്പോൾ മക്കളൊക്കെ വീട്ടിലുണ്ടാവുമല്ലോ, അപ്പോൾ പിന്നെ ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ തന്നെ അതേ ക്യാമറയൊക്കെ എടുത്തിട്ട് വരികയാണ് കേട്ടോ. ഞാൻ ഒരു 5 മണി 5:30 ആകുമ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് അല്ലും കൂടെ എണീറ്റതുകൊണ്ട് അവിടെ തന്നെ കിടക്കേണ്ടി വന്നു. പിന്നെ അവനെ ഉറക്കി. പിന്നെ രണ്ടാമത് എണീറ്റ് വന്നപ്പോഴേക്കും ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. പിന്നെ ഇന്ന് മക്കൾക്കൊന്നും പോകാനില്ലല്ലോ വിചാരിച്ച് ഇങ്ങനെ തണുപ്പായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പക്ഷെ കുട്ടാറിന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ചായയൊക്കെ എന്തായാലും നേരത്തെ ആവണം. പിന്നെ കുട്ടാടെ ഒരു 7 മണി 7:30 ആകുമ്പോഴേക്കേ പോവുള്ളൂ. അപ്പോൾ സമയം ഉണ്ടല്ലോ, അങ്ങനെ ഒരു മൈൻഡാണ് കേട്ടോ. പിന്നെ ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു, മഴയൊന്നുമില്ല. എനിക്കിങ്ങനെ രാവിലെ തന്നെ മഴ ഇല്ലാതിരിക്കാനാണ് കേട്ടോ ഇഷ്ടം. അതായത് നമുക്ക് ഇപ്പോൾ മുറ്റടിച്ച് തരാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലെ തന്നെ മഴയാകുമ്പോൾ ആ പണി നടക്കൂലല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മഴ പെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാൻ എണീറ്റ് ആ സമയത്ത് തന്നെ കുട്ടാറിനും എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. കുട്ടാടെ പിന്നെ രാവിലെ എണീറ്റാൽ ഉടനെ തന്നെ ലിയോനെ പുറത്ത് വിടും. അത് കഴിഞ്ഞാൽ പിന്നെ ലിയോ കൂട്ട് കയറിയാൽ പിന്നെ വൈകുന്നേരം പുറം കാണുള്ളൂ. അപ്പോൾ പിന്നെ രാവിലെ കുറച്ചൊന്ന് കാലോടാൻ വേണ്ടിയിട്ട് ഒന്ന് വിടും കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ലിയോയ്ക്ക് ഇപ്പോൾ ഏകദേശം ഒരു 2.5 വയസ്സൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അല്ലുവിൻ്റെ ആ ഒരു സെയിം ആണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അല്ലുവിന് ഏകദേശം ഒരു 3 മാസമൊക്കെ ആയപ്പോഴാണ് കേട്ടോ ലിയോനെ ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേ ഒരു ഏജ് തന്നെയാണ് അന്ന് ലിയോയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. 3 മാസം എങ്ങാനും ആയിട്ടുണ്ടാകുന്നുള്ളൂ. പക്ഷേ ആൾ കാണാൻ നല്ല സൈസൊക്കെ ഉണ്ടായിട്ട് ഇതേപോലൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അതേ ഞാൻ മുറ്റടിച്ച് തരാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ്. അപ്പോഴേക്കും കുട്ടാടെ ഇതിൻ്റെ ഇടയ്ക്ക് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് കുട്ടാടെ വർക്കിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനത് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്നൊരു തിരക്കായിരുന്നു. കുട്ടാടിന് പോകാൻ നേരമായിട്ടുണ്ടല്ലോ, അപ്പോൾ ചായയും കടിയൊക്കെ ആവണം. ആ ഒരു സമയത്ത് ഞാൻ വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുട്ടിയുടെ വർക്കിന് പോയതിന് ശേഷം ഞാൻ മുറ്റടിച്ച് തരാൻ ഇറങ്ങി. ഇന്ന് പൊതുവേ വലിയ ചണ്ടിയും ചമ്മലൊന്നും ഇല്ല കേട്ടോ. അവിടെ ഇവിടെ അല്ലറ ചില്ലറ ചണ്ടിയും ചമ്മലുകളൊക്കെ ഉള്ളൂ. എന്നാലും നമുക്ക് അടിച്ചു വാരൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ എന്തോ എനിക്ക് എത്രയായാലും ഒരു സംതൃപ്തി കിട്ടൂല കേട്ടോ. കാരണം നമ്മൾ അകമൊക്കെ ക്ലീൻ ആക്കിയിട്ട് മുറ്റത്തേക്ക് നോക്കുമ്പോഴും മുറ്റം ആകെ ഇങ്ങനെ വൃത്തികേടായിരിക്കുന്നത് കാണുക. അപ്പോൾ ആദ്യം തന്നെ മുറ്റത്തിൻ്റെ ആ ഒരു പണി കഴിച്ചാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഇനിയിപ്പോൾ മഴ പെയ്താലും കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ മുറ്റത്ത് നമ്മളിങ്ങനെ ചുക്കിലി വല ഉണ്ടല്ലോ, അതുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അടിച്ചു വരുന്ന സമയത്ത് ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ തട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ചൂലോണ്ടൊക്കെ ഇങ്ങനെ തട്ടി മാറ്റി. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ലിയോൻ്റെ കൂടെ അവിടെ അടിച്ചു തരാൻ വേണ്ടി വന്നപ്പോൾ ലിയോ അവിടെ മണ്ണിൽ ഇങ്ങനെ കിടക്കിയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പോന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ട് കയറി പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാനിങ്ങനെ ചൂലോണ്ടൊക്കെ ഇങ്ങനെ കാണിച്ചപ്പോൾ പേടിച്ചിട്ടാന്ന് തോന്നുന്നു വേഗം കൂട്ട് കയറി പോയി കിടന്നു കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൽ ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ അടിച്ചു തരാണ്. ഇവിടെയാണ് കേട്ടോ ഈ സീമക്കൊന്നേൻ്റെ മരം ഉള്ളത്. അപ്പോൾ അവിടെ ലിയോൻ്റെ കൂടിൻ്റെ മുന്നിൽ ഇങ്ങനെ വൃത്തികേടായി കിടക്കലുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടെ അടിച്ചു തരുന്ന സമയത്ത് ചേച്ചി എന്നോട് പരിപ്പുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ചേച്ചിക്ക് അത് കൊണ്ടു കൊടുക്കുകയാണ്. ആദ്യം ഞാൻ നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല, കഴിഞ്ഞു എന്നാണ് കേട്ടോ എൻ്റെ ഒരു മൈൻഡിലുണ്ടായിരുന്നത്. പിന്നെ ഞാനൊരു കവറിൽ ഇങ്ങനെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ടിന്നിൽ അഴിച്ചിട്ട സമയത്ത് ടിന്ന് നിറഞ്ഞ സമയത്ത് ബാക്കി വന്നത് ഞാൻ കവറിൽ മാറ്റി വെച്ചതായിരുന്നു. അപ്പം ഞാൻ അതെടുത്തിട്ട് ചേച്ചിക്ക് കൊണ്ടുകൊടുത്തിട്ടു. അപ്പോൾ ചേച്ചി സാമ്പാർ ഉണ്ടാക്കുകയാണ്. പിന്നെ അവിടെയും ചായക്ക് പുട്ടന്നെ ഇരുന്നു കേട്ടോ. ഞാനും പുട്ടന്നെ ഉണ്ടാക്കിയിരുന്നു. ചേച്ചി ഇടിച്ചുണ്ടാക്കിയ പുട്ടാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. വാങ്ങിയ പൊടിയല്ല, ചേച്ചി തന്നെ പൊടി ഇടിച്ചുണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ചേച്ചിക്ക് രാവിലെ തന്നെ ചോറും ഒക്കെ പെട്ടെന്ന് തന്നെ റെഡിയാണ്. എൻ്റെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും താഴേക്ക് എത്തി. അപ്പോഴേക്കും മക്കൾ എണീറ്റിട്ടുണ്ടായിരുന്നു. അബി TV കാണുകയാണ്, കാർട്ടൂണാണ് കേട്ടോ. ഹൈഡി ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇപ്പോൾ അവരെല്ലാവരും ഹൈഡി എന്ന് പറഞ്ഞൊരു കാർട്ടൂണിൻ്റെ അഡിക്റ്റാണ്. എൻ്റെ അല്ലു പ്രത്യേകിച്ച് കേട്ടോ. അപ്പം ഞാനും അത് കണ്ട് അതിൻ്റെ ഏകദേശം ഒരു സ്റ്റോറിയൊക്കെ എനിക്കും അറിയാം കേട്ടോ. ഫ്രഷ് എന്നാ ചേച്ചിനോട് കഴുകി തരാൻ പറ. ആ ചൂലെടുത്തതിയെ ഞാൻ നല്ല കഴുകി വെച്ചതാ. അല്ലയോ അപ്പുറത്തുനിന്നാ അല്ലയോ നോക്ക്. അല്ലയോ
ബ്രഷ് ചെയ്തിട്ട് വാട്ടോ. ലിയോ ലിയോ ഉറങ്ങാണ്. ആ ലിയോ പാല് കുടിച്ചിട്ടില്ല? എന്താ കുടിക്കാത്തെ? പാല് കുടിക്കാത്ത എന്താ? അയ്യോ എണീക്കല്ലേ, എണീക്കണ്ട കേട്ടോ, അവിടെ കിടന്നാ മതിയേ. എന്താ പാല് കുടിക്കാത്തെ? ഞാനത് എടുക്കാൻ വരുമല്ല. അത് കുടിച്ചോ, പാല് കുടിച്ചോ. ലിയോ ലിയോ നമ്മൾ പശുവിൻ്റെ പാൽ ഇപ്പം ഇങ്ങനെ ലിയോക്ക് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല, 15 ദിവസം കഴിയണ്ടേ. അപ്പോൾ ഇപ്പോൾ ഒരാഴ്ച ആവുന്നേ ഉള്ളൂ, ഇനി ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതുവരെ ലിയോ കുടിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ മുകളിൽ അർജുനുണ്ട്, അർജുനും കുറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അർജുനെ ഞാൻ ഇതുവരെ എൻ്റെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അല്ലേ, ഇന്ന് കാണിക്കാം കേട്ടോ. ലിയോ 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 പാല് കുടിച്ച് തളർന്ന് കിടക്കുക ലിയോ. അപ്പോൾ ലിയോ റെസ്റ്റ് എടുക്കട്ടെ. ബ്രഷ് ചെയ്തോ? ബ്രഷ് ചെയ്തോ? പെട്ടെന്ന് വാ, ചായ കുടിക്കണ്ടേ? ബ്രഷ് ചെയ്ത് വാ. അപ്പം ഇനി ഞങ്ങൾ ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പം ചായക്ക് ഇതേ പുട്ടാണ് കേട്ടോ, പുട്ടാവി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എല്ലാവരും ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായ കുടിക്കാൻ കേട്ടോ. പുട്ടും ചെറുപയറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ കുട്ടാറിന് മാത്രമുള്ള പുട്ടാണ് കേട്ടോ നേരത്തെ ഉണ്ടാക്കിയിരുന്നത്. കാരണം അത് ഞങ്ങളൊക്കെ കഴിക്കാനാകുമ്പോഴേക്ക് ചൂടാറും, അപ്പോൾ രസം ഉണ്ടാവില്ല. പുട്ടൊക്കെ നമ്മൾ കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കണ്ടേ. അപ്പോൾ പിന്നെ ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ ആ കഴിക്കുന്ന സമയത്താണ് ഉണ്ടാക്കിയത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാ കുട്ടിപ്പട്ടാളങ്ങളെയും ഞാൻ പുറത്തേക്ക് അങ്ങോട്ട് ആട്ടി വിട്ടു കേട്ടോ. കാരണം പിന്നെ എൻ്റെ ക്ലീനിങ്ങിൻ്റെ സമയമായിരുന്നു. അപ്പോൾ ഞാൻ അടിച്ചുവാരി തുടയ്ക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണതൊന്നും എനിക്കിഷ്ടമില്ല കേട്ടോ. കാരണം അത് മക്കളാകുമ്പോൾ പ്രത്യേകിച്ചും അവർ വഴിക്ക് വീഴാനും ചാൻസ് കൂടുതലാണ്. അപ്പോൾ പിന്നെ ഞാൻ അവരെ അങ്ങ് കളിക്കാൻ വിട്ടു കേട്ടോ. കളിക്കാൻ പോയിക്കോളി എന്ന് പറഞ്ഞിട്ട് അവർ കളിക്കാൻ പോയി. ആ സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് അടിച്ചു വാരലും തുടയ്ക്കലൊക്കെ റെഡിയാക്കി വെക്കാൻ കേട്ടോ. പിന്നെ ഇത് മക്കളുടെ റൂമാണ്. അപ്പോൾ ബെഡും കാര്യങ്ങളൊക്കെ ഏകദേശം അവരെന്നെ റെഡി ആക്കാറുണ്ട്. എന്നാലും നമ്മൾ ചെയ്യുന്ന അത്ര നീറ്റ് ആവില്ലല്ലോ, പക്ഷെ അവർ ശ്രമിക്കും കേട്ടോ. അപ്പോൾ പുതപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ ഇന്ന് നല്ല വെയിൽ കണ്ടപ്പോൾ പിന്നെ എൻ്റെ പൊതുവേ ഉള്ളൊരു ശീലമാണ് ജനലുകളൊക്കെ ഒന്ന് തുറന്നിടുക എന്നുള്ളത്. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ സ്വന്തം വീട്ടിലിട്ട്, അതായത് കീശ്ശേരി, ഒരു മൂർഖൻ പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു നായക്കുട്ടിയുടെ കൂടുണ്ടായിരുന്നു. അപ്പോൾ അതിനോട് ചാരിയിട്ട് ഇങ്ങനെ ഒരു മൂർഖൻ പാമ്പിനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെ ജനലുകളൊക്കെ തുറന്നിടുമ്പോൾ ഞാൻ ആദ്യം മൈൻഡിലാതാട്ടോ ഓർക്കുക, ഇങ്ങനെ എന്തെങ്കിലും ജന്തുക്കളൊക്കെ കയറി വരുമോ ജനലിൻ്റെ ഉള്ളിൽ കൂടെ എന്നൊക്കെ. പക്ഷേ എന്താണെന്നറിയില്ല, ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഉള്ളിലൊരു പേടി ഉണ്ടെങ്കിൽ പോലും ജനലുകളൊന്നും തുറന്നിട്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അത് അടയ്ക്കും, എന്നാലും രാവിലെ ഒന്ന് തുറക്കണം, മഴ ഇല്ലാത്ത ദിവസങ്ങളിൽ മാത്രം കേട്ടോ. അങ്ങനെ അതേ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ന് വലിയ ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുക. കാരണം മക്കളുള്ള ദിവസം ഈ ഡീപ്പൊന്നും കഴിയൂല. എപ്പോഴാണ് കയറി വരിക എന്നൊക്കെ പറയാൻ പറ്റില്ലല്ലോ. കാരണം കുറേ നേരമൊന്നും കളിക്കാൻ മുറ്റത്തേക്ക് പോവില്ല. അപ്പോൾ അവർ വരുന്നതിൻ്റെ മുന്നേ ആയിട്ട് പെട്ടെന്ന് ആ ക്ലീനിങ്ങൊക്കെ കഴിയണം. പിന്നെ അവരില്ലാത്ത ദിവസങ്ങളിലാണ് കേട്ടോ കാര്യമായിട്ട് വലിയ രീതിയിലുള്ള ക്ലീനിങ് ഒക്കെ ഉണ്ടാവർ. അങ്ങനെ അതൊക്കെ ഷട്ടപ്പെട്ടേന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു കേട്ടോ. ഗൈസ്, കുട്ടിപ്പട്ടാളങ്ങളൊക്കെ എവിടെയാണ്? എന്താ കടിച്ചതാ? എന്ത് അല്ലു പന്ത് കളിക്കുമ്പോൾ അല്ലു കടിക്കണ്ടല്ലോ, വികൃതി കാണിക്കണ്ടോ? പന്ത് കളിക്കുമ്പോ അവന് പാസ് കൊടുക്കാൻ നമുക്ക് കുളിക്കാൻ പോവാ. നല്ല ഐഡിയ, നല്ല കുട്ടിയല്ലേ, അമ്മ കുളിപ്പിച്ചാരാ. വാ.
അതേത് പൂച്ചേ അങ്ങനെ അറിയണേ? മനുഷ്യന്മാരെ എങ്ങനെ കരഞ്ഞ പൂച്ച അമ്മക്ക് പൂച്ച അല്ലയോ കുളിച്ചിട്ട് വന്ന് കളിക്ക. വാ വാ ഇപ്പൊ വരുവോ? ധാരാ അവിടെ ഇരിക്കണേ. വാവന്റെ കണ്ട് പൊളിച്ചിക്കുക. വാ പൊളിക്കാൻ പോയി. കളിക്ക് നോക്കട്ടെ. അവിടെ കിട്ടിയൊരു ചെരുപ്പ് എടുത്തിട്ട് പോകും. അത് ടാട്ടന്റെ ചെരുപ്പാ. ടാട്ടന്റെ ചെരുപ്പാ. അപ്പൊ അവര് കളിക്കട്ടെ. ഈ കളി കണ്ടിട്ട് ആർക്കെങ്കിലും നൊസ്റ്റു അടിക്കുന്നുണ്ടോ? കുട്ടിക്കാലം. ഇവിടെ ഒരു ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ആദ്യം ഇവര് ഗ്രൗണ്ട് എന്നായിരുന്നു കളിച്ചിരുന്നത്. ഇപ്പൊ അങ്ങ് റോട്ടിലേക്ക് ഇറങ്ങി. ഇപ്പൊ 2 ഗോളുകൾ ഔട്ടായി. ഈ പൂവുണ്ടോ? അങ്ങനെ പിന്നെ ഞാൻ അവർ കളിക്കണോടത്തുനിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോന്നു കേട്ടോ. അല്ലുവിനെ കുറേ വിളിച്ച് കുളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നല്ല കളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് നേരം കളിച്ചോട്ടെ, കാരണം എന്നൊന്നുമില്ലല്ലോ, മക്കൾ സ്കൂളില്ലാതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്തല്ലേ. അപ്പോൾ പിന്നെ അവർ കുറച്ച് നേരം കളിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. നുമ്മീൻ്റെ കൂട് നമ്മൾ ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തു കേട്ടോ. അവിടെ ആയിരുന്നു ആദ്യം ടിവിൻ്റെ അടിയിലായിട്ട്. പിന്നെ ഇടയ്ക്ക് ഒരു ചേഞ്ച് അവൾക്കും വേണ്ടേ, അപ്പം ഞാൻ ഇങ്ങോട്ടേക്ക് മാറ്റിട്ടോ. നുമി, ഇന്ന് ഞാൻ എല്ലാ ജനലും തുറന്നിട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് വിടാൻ പറ്റൂല. ഈ പുറത്തേക്ക് പാറിപ്പോവും. ജനലൊക്കെ ക്ലോസ് ചെയ്തിട്ട് വിടാട്ടോ. ഓക്കെ, അപ്പം നുമി അവിടെ കിടക്കട്ടെ. ഇനി എനിക്ക് കിച്ചണിൽ കുറച്ച് പണിയുണ്ട്. അപ്പോൾ ചോറ് ഞാൻ രാവിലെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറ്. ഇനി ചിക്കൻ മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ അതുണ്ടാക്കാനുണ്ട്. അപ്പോൾ ഇനി ഞാനത് ഉണ്ടാക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വെളിച്ചെണ്ണയുടെ മട്ട് കേട്ടോ. അപ്പം ഞാൻ അല്ലുവിൻ്റെ മേല് തേക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ്. അല്ലു ഇവിടെ വെയിറ്റിംഗ് ആണ്. തേക്കട്ടെ തേക്കട്ടെ? അന്ന് അങ്ങോട്ട് ഇറങ്ങിക്ക് ഇറങ്ങിക്ക്. ചെരുപ്പൊക്കെ ഇട്ടിട്ട് അങ്ങട്ടാ. ഇത് തേക്കല്ലേ, മേലേക്കല്ലേ? ഓക്കെ, വെളിച്ചെണ്ണേൻ്റെ മട്ട്. ആയ് അടിപൊളിയില്ലേ? തേക്കല്ലേ? ആ, ഡ്രസ്സൊക്കെ ഊരിയിട്ട് തേക്കല്ലേ? ആ, എന്നാ വാ ഞാൻ ഡ്രസ്സ് ഊരി തരാം. ആ, എങ്ങട്ടാ എങ്ങട്ടാ പോണേ? മട്ട് തേക്കാന്ന് വിളിച്ചിട്ട് ദേ ഓടി പോണു. അല്ലോ. പിന്നെ ഒരു വിധത്തിൽ സോപ്പിട്ട് വിളിച്ച് കൊണ്ടുവന്ന് അങ്ങനെ അല്ലുവിനൊക്കെ കുളിപ്പിച്ചു. ഞങ്ങൾ ചോറിനാനിരിക്കുകയാണ് കേട്ടോ. ചേച്ചി സാമ്പാർ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ വരട്ടിയത്, ചെറുപയറിൻ്റെ ഉപ്പേരി കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഉച്ചക്കത്തെ ഫുഡ് കഴിച്ചു. കുട്ടാറിനില്ല കേട്ടോ, കുട്ടാറുടെ വർക്കിന് പോയതാണ്. ഞാനും മക്കളും മാത്രം. ഇപ്പോൾ അതേ വീണ്ടും ഹൈഡ് തന്നെയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.